Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി സി ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 2.7 MB എൻ്റെ iPhone 13. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും, മിക്കവാറും 2 to 3 MB ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ തൊട്ട് മുമ്പായിട്ട് നമുക്ക് iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി എ എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേഷൻ വന്നായിരുന്നു. ഈ ഒരു അപ്ഡേഷൻ എല്ലാ കൂട്ടുകാർക്കും ആപ്പിൾ റിലീസ് ചെയ്തില്ല. ചില ഡിവൈസുകൾക്ക് മാത്രമാണ് സെക്യൂരിറ്റി റെസ്പോൺസ് എ എൻറോൾ ചെയ്തത്. കുറേ കൂട്ടുകാർക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി റെസ്പോൺസ് സി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, എന്താണ് ഈ പറഞ്ഞ എയും സിയും വേറെ വേറെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ വേറെ വേറെ ഡിവൈസുകൾക്ക് വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഈ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം സെക്യൂരിറ്റി റെസ്പോൺസ് എ അപ്ഡേറ്റിന് ശേഷം വന്ന പ്രശ്നം നമുക്ക് പറയാം. നമ്മുടെ സെക്യൂരിറ്റി റെസ്പോൺസ് എ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ സഫാരിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കോണ്ടൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡിസ്പ്ലേയിങ് ഇഷ്യൂ, അതായത് നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ അല്ല, കോണ്ടൻറ്റ് പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യാത്ത ആ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ ആപ്പിൾ മനസ്സിലാക്കി. അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി സി ആപ്പിൾ റിലീസ് ചെയ്ത്. എല്ലാ കൂട്ടുകാർക്കും ഇത് വന്നിട്ടില്ല, ചില കൂട്ടുകാർക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ വന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി എയിൽ ആപ്പിൾ ഒരു വെബ് കിറ്റിൻ്റെ ഒരു ബഗ്ഗാണ് ആപ്പിൾ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആർബിട്രറി കോഡ് എക്സിക്യൂഷനാണ് iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി എയിൽ ആപ്പിൾ ഫോക്കസ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ആ ഒരു ഇഷ്യൂ ചെറുതായിട്ട് മാറാത്ത കൊണ്ട് സെക്യൂരിറ്റി സി നമുക്ക് റിലീസ് ചെയ്തു. ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഫിക്സ് ആൻ ഇഷ്യൂ ദാറ്റ് പ്രിവെൻറ്റ് സം വെബ്സൈറ്റ് ഫ്രം ഡിസ്പ്ലേയിങ് പ്രോപ്പർലി എന്ന്. ചില വെബ്സൈറ്റുകൾ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാത്ത കൊണ്ടാണ് റാപ്പിഡ് സെക്യൂരിറ്റി സി ആപ്പിൾ റിലീസ് ചെയ്തിരുന്നത്. ഈ ഒരു അപ്ഡേഷൻ നിങ്ങളൊരു iOS 16 ബീറ്റ യൂസർ ആണെങ്കിലും iOS 17 ബീറ്റ യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത് iOS 16.5.1 ആ ഒരു യൂസേഴ്സിന് മാത്രം ലഭിക്കുന്ന ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബാറ്ററി 50% മേലെയോ അല്ലെങ്കിൽ ഡിവൈസ് പ്ലഗ് ഇൻ ചെയ്യണമെന്നോ നിർബന്ധമില്ല. റാപ്പിഡ് സെക്യൂരിറ്റി നിങ്ങൾക്ക് 50% താഴത്താണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിംഗ്സിൽ എബൌട്ട് സി പോയിട്ട് നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിമൂവ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അപ്ഡേഷന് ശേഷം ഡിവൈസിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിമൂവ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് റാപ്പിഡ് സെക്യൂരിറ്റി റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഡിവൈസസ് ഒന്ന് റീബൂട്ട് ചെയ്താൽ തന്നെ ഒഫീഷ്യൽ iOS 16.5.1 ജമ്പ് ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടും ആപ്പിൾ കൊണ്ടിരിക്കുന്ന നല്ലൊരു നയമാണ്. കാരണം നമ്മുടെ ഡിവൈസിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇല്ലെങ്കിൽ പോലും ആ ഒരു അപ്ഡേഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ അപ്ഡേറ്റിന് ശേഷം എനിക്ക് ബഗ്ഗുകളോ അതേപോലെ പെർഫോമൻസിനോ വലിയ ലാഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എന്തെങ്കിലും ബഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഈ പറയുന്ന എല്ലാ ആപ്പ് ലൈബ്രറിയിലെ ആപ്സുകളും ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്യാമറ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്, മ്യൂസിക്കും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല കൂളായിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസിൽ ഈ പറഞ്ഞ iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി സി ഇൻസ്റ്റാൾ ശേഷം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൽ ബാറ്ററിയുടെ വല്ല ഇഷ്യൂസ് ഉണ്ടോ, ബാറ്ററി ഡ്രെയിനിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പറയാനുള്ള ഉത്തരം ഒരു അപ്ഡേഷന് ശേഷം അപ്പോൾ തന്നെ ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസങ്ങൾ തറവായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി കാലിബർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 86% ആയിട്ട് ഈ ഒരു ഡിവൈസിലുണ്ട്. അതേപോലെ എൻ്റെ ബാറ്ററി ലോഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 6 hours 59 minutes. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 1 hour 15 minutes. എൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോഴും
നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഡിവൈസിലും ഈ പറഞ്ഞ ബാറ്ററിനോ ഡിസ്പ്ലേനോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ടായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ iOS 16.5.1 റാപ്പിഡ് സെക്യൂരിറ്റി സിയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു സെക്യൂരിറ്റി റെസ്പോൺസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കുറേ കൂട്ടുകാർക്ക് ഈ ഒരു സെക്യൂരിറ്റി റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് ആപ്പിൾ ഫാൻ ബോയ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.